മാന്യ വൈദികരെ, കുഞ്ഞുങ്ങളെ, പ്രിയപ്പെട്ടവരെ, ഈ സന്തോഷ കൂട്ടായ്മയിൽ എനിക്കൊരു പങ്കും ഓഹരിയും തന്ന ദൈവത്തിന് സ്തുതി. പ്രിയപ്പെട്ട തോമസ് കുട്ടി 50 വർഷം അവരിരുവരും ചേർന്ന് ആരംഭിച്ച ഈ അനുഗ്രഹീതമായ യാത്ര സന്തോഷകരമായി തുടരുന്നതിൻ്റെ സന്തോഷം നമുക്കൊന്നിച്ച് പങ്കുവെപ്പാൻ ദൈവം കൃപ ചെയ്യും. കൂടുമ്പോൾ ഇമ്പം, കുടുംബത്തെക്കുറിച്ച് എപ്പോഴും പറയാറുണ്ട്. കൂടുമ്പോൾ ഇമ്പം, അത് ഇമ്പകരമായൊരു അനുഭവമാക്കി തരുന്ന ദൈവം കേന്ദ്രമായി ഒരു ഭവനം പണിയുമ്പോഴാണ്. ഹൂ ഈസ് ദ ബോസ് ഇൻ ദ ഫാമിലി എന്ന് ചോദിക്കുമ്പോൾ 2 പേർക്ക് ഒന്നിച്ച് ദൈവം തന്നെ എന്ന് പറയാൻ കഴിയണം. തക്സോ ദുസുവാഗോ എന്ന വിവാഹ ഉദാശയെക്കുറിച്ച് സുറിയാനിയിൽ ഒരു വാക്കുണ്ട്. തക്സോ ദുസുവാഗോ, മുഖം എന്നാണ് അർത്ഥം. ഒരു കാളവണ്ടി വലിക്കുമ്പോൾ 2 കാള നിൽക്കുമ്പോൾ രണ്ടും ഒന്നിച്ച് വലിക്കുന്ന മുഖം. യേശു പറയുന്നു, എൻ്റെ മുഖം മൃദുവാണ്, ലഘുവാണ് എന്ന് പറയും. ദൈവം കേന്ദ്രമായി നടുക്ക് കർത്താവുള്ളപ്പോൾ സുഗമമായൊരു യാത്രയ്ക്ക് ദൈവം സഹായിക്കും. അതിന് ദൈവം കാണിച്ചു തന്ന ഈ മക്കൾ അവരങ്ങനെ ആയിരുന്നത് കൊണ്ടാണ് ഈ 50 വർഷം അവർക്ക് ഈ മുഖം പേറിക്കൊണ്ട് ഒന്നിച്ച് സന്തോഷമായി ദൈവകൃപയിൽ മുന്നേറാൻ സാധിച്ചത്. ഞാൻ ഹൈസ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഞങ്ങളുടെ ലോക്കൽ ലൈബ്രറിയിലൊക്കെ പോകുമ്പോൾ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ അവസാനത്തെ പേജിൽ ഈ മാസം വിവാഹിതരായ ഒരു 6 പേരുടെ പടം കാണും. അപ്പോൾ ഞങ്ങൾ ഒരു ബ്ലേഡും കൊണ്ടാണ് പോകുന്നത്. എന്നിട്ട് പറയും, ഈ മീശക്കാരന് ഈ പെണ്ണ് ചേരുകയില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ചേരുന്നവരെ ചേർത്ത് ഒട്ടിച്ച് വെക്കുമായിരുന്നു. പിന്നീടാണ് മനസ്സിലായത്, ദൈവം കൂട്ടിച്ചേർക്കുന്ന ഒരു അനുഭവമുണ്ട്. പിരിയാത്ത, എന്നും കൂടെ നിൽക്കുന്ന സഹകാരികളായിരിക്കുന്നവരാണ് ദൈവമാണ്. അതുകൊണ്ടാണ് സ്വർഗത്തിലാണ് വിവാഹം ദൃഢപ്പെടുത്തുന്നത്. മറ്റു സമൂഹത്തിലേക്ക് വരുന്ന ആളുകൾക്ക് എപ്പോഴും ഒരു സംശയമുണ്ട്, എന്തിനാണ് പള്ളിയിലെ അച്ഛൻ മോതിരം ഇടുന്നത്? പൗരസ്ഥരായ നമുക്ക് മാത്രമാണ് വിവാഹം വൈദികർ തന്നെയാണ് കൊടുക്കുന്നത്. നിങ്ങൾ തമ്മിലുള്ള ആലോചനയിലോ M4 മാരി കണ്ടോ ഉണ്ടായതല്ല ഈ കല്യാണമെന്നും ഈ കല്യാണം സ്വർഗത്തിൻ്റെ ഒരു നിശ്ചയമാണെന്നും ഓർപ്പിക്കുന്നതാണ് നമ്മുടെ വിവാഹ ഉദ്ദേശം. ഒന്നായി നിൽക്കണം, ഒന്നിച്ച് നിൽക്കണം. അതിന് അനുഗ്രഹകരമായൊരു അനുഭവമാണ്. പൊട്ടിപ്പൊട്ടി പോകുന്ന കുടുംബങ്ങളാണ് നമുക്ക് ചുറ്റും. കെട്ടുന്നത് പൊട്ടുന്നതിന് വേണ്ടിയാണല്ലോ എന്ന് തോന്നിപ്പോകും. യാതൊരു കാരണമില്ലാതെ നിസ്സാര കാരണങ്ങളാൽ വിവാഹമെന്ന് വേർപിരിയുന്നവരുടെ മധ്യത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. പൊട്ടിപ്പോയ വിവാഹം വീണ്ടും കെട്ടിക്കൊടുക്കണം എന്ന് പറഞ്ഞ ഒരാൾ വരുമ്പോൾ ആദ്യത്തെ വിവാഹം നഷ്ടപ്പെട്ടു പോയതിനൊരു സങ്കടം പോലും രേഖപ്പെടുത്തുന്നില്ല. അതാണ് എൻ്റെ ദുഃഖം. അങ്ങനെ ഒരു വിവാഹം പൊട്ടിപ്പോയി. എന്നാലല്ലേ ഒരു ബിഷപ്പിന്, ഒരു സഭയ്ക്ക് അത് പരികർമ്മം ചെയ്ത് വീണ്ടും ഒന്നാക്കി കൊടുക്കാൻ ആ ഒരു ദുഃഖം പോലും ഇല്ലാത്തൊരവസ്ഥയിലാണ് ഇന്ന് പല കുടുംബങ്ങൾ പോകുന്നത്. ദൈവം കേന്ദ്രമായ കുടുംബം, വീടുകൾ പണിയണം. അങ്ങനെയുള്ള ഇടത്ത് മാത്രമേ ഉണ്ടാവത്തുള്ളൂ. വിവാഹിതരാകുന്നവരോട് ഞാൻ സാധാരണ പറയുന്ന 1-2 കാര്യങ്ങൾ. ഒന്ന്, പ്രാർത്ഥനയാണ്. പ്രയർ ഈസ് പവർ. അത് അനുഭവിച്ചറിയണം. അതൊരു കോൺക്രീറ്റ് പോലെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാണ് ഭാര്യയും ഭർത്താവിനെ ഒന്നിപ്പിക്കുകയും ബന്ധിപ്പിക്കുകയും നിലനിർത്തുകയും ശക്തീകരിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നത്. പ്രയർ ഈസ് പവർ. അത് അനുഭവിച്ചൊരു കുടുംബമാണ് തോമസ് കുട്ടിയുടെ കുടുംബം. പ്രാർത്ഥന, പൈതൃകമായി ലഭിച്ച അനുഗ്രഹകരമായ ഒരു ആത്മീയ ബന്ധം, അതാണ് അവരെ ഇത്രത്തോളം നിർത്തിയത്. എല്ലാവർക്കും ഒരു മാതൃകയാണ്. തകർന്നു പോകാതിരിക്കാൻ ഈ കുടുംബത്തെ നോക്കുക. ദൈവം കേന്ദ്രമായി പണിയുന്ന കുടുംബം. മറ്റൊന്ന്, വചനവുമായുള്ള ബന്ധം. വേദപുസ്തകത്തിലെ മത്തായി സുവിശേഷം 7-ാം അധ്യായം 24 മുതലുള്ള വാക്യത്തിൽ വീട് പണിയുന്ന 2 പേരെ കാണിച്ചു തരുന്നു. 2 പേർക്കും പരിസ്ഥിതികൾ ഒരുപോലെയാണ്. പേമാരി, വെള്ളപ്പൊക്കം, കൊടുങ്കാറ്റ്. എന്നാൽ പാറമേൽ പണിത വീട് സ്ഥിരമായിരുന്നു, മണലിന്മേൽ പണിത വീട് തകർന്നു പോയി. നമുക്കറിയാം, നമ്മുടെ ചുറ്റുപാട് ധാരാളം കുടുംബങ്ങൾ ഇങ്ങനെ വീണുപോയ കുടുംബങ്ങളുണ്ട്, തകർന്ന കുടുംബങ്ങളുണ്ട്. ശ്രേഷ്ഠമായ കുടുംബങ്ങളായിരുന്നു, പക്ഷേ ദൈവവചനത്തോടുള്ള ബന്ധത്തിൽ ജീവിക്കാവുന്നത് കൊണ്ട് തലമുറകളെ കാണാതെ തന്നെ നഷ്ടപ്പെട്ട കുടുംബങ്ങളുണ്ട്. പ്രയർ ഈസ് പവർ. വചനം ശക്തിദായകമാണ്. വചനത്തിൽ കേന്ദ്രമായ കുടുംബങ്ങൾ പണിയണം. മറ്റൊന്നാണ് കൗദാശിക ബന്ധം, വിശുദ്ധ കുർബാനയുള്ള പങ്കാളിത്തം. അവിടുന്ന് കിട്ടുന്ന ഊർജം, ബലം ഒരാഴ്ച ജീവിപ്പാനുള്ള ശക്തി തരും. ഒരാഴ്ച മാത്രമല്ല, ഒരാഴ്ച മുഴുവൻ നീണ്ടു നിൽക്കുന്ന അനുഭവമാണ് വിശുദ്ധ കുർബാന നമുക്ക് തരുന്ന ജീവൻ, ഓജസ്, ബലം. അത് നിത്യതയോളം പോകുന്നൊരു ബന്ധമാണ്. നമ്മുടെ കല്യാണ ശുശ്രൂഷയിലെല്ലാം
പാടുകയും പാടുകയൊക്കെ ചെയ്യുന്നത് മണവാളിനെക്കുറിച്ചും മണവാട്ടിയെക്കുറിച്ചും അല്ല. ആകെ പറയുന്നതെല്ലാം ക്രിസ്തുവും സഭയും തമ്മിലുള്ള ബന്ധം എന്താണ്, അത് പ്രകാരമായിരിക്കണം നിങ്ങൾ. നിർവ്യാജമായിരിക്കണം സ്നേഹം. ക്രൂശിലെ സ്നേഹം പോലെ ആയിരിക്കണം നിങ്ങളുടെ സ്നേഹം. അങ്ങനെയുള്ള സ്നേഹത്തിൽ നിലനിൽക്കണം. അങ്ങനെയെങ്കിൽ മാത്രമേ കുടുംബം ശാശ്വതമായി ബലവത്തായ ഒരു കുടുംബം ആയി നിലനിൽക്കാൻ കഴിയത്തുള്ളൂ. റഷ്യൻ വിപ്ലവം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർ റഷ്യ പിടിച്ചടക്കി 70 വർഷം കമ്മ്യൂണിസ്റ്റുകാർ റഷ്യ ഭരിച്ചു. പിന്നെ അത് പൊട്ടിപ്പോയി. ദൈവം തന്നെ പൊട്ടിച്ചതാണ്. യൗവനക്കാരെ എല്ലാം കൊന്നുകളഞ്ഞു. പിന്നെ ശേഷിച്ചത് പ്രായമുള്ളവരാണ്, കൊച്ചു മക്കളും. എന്നാൽ ദൈവത്തിൻ്റെ അദൃശ്യമായ ബലത്താൽ ഈ പ്രായം ചെന്ന ഒരു സീനിയേഴ്സ് എല്ലാം അവരുടെ കൊച്ചുമക്കളെ ദൈവഭക്തരായി വളർത്തി, ദൈവമുള്ള മക്കളായി വളർത്തി. അതുകൊണ്ട് ഇന്ന് റഷ്യയിൽ 4 മണിക്കൂറോ 3 മണിക്കൂറോ ദീർഘിച്ച ശുശ്രൂഷകളൊക്കെ പങ്കെടുക്കാൻ കൊച്ചുമക്കൾക്ക് ഒരു പ്രശ്നമില്ല. അപ്പോൾ സീനിയേഴ്സിനുണ്ടായിരുന്ന ഒരു വലിയ ശക്തിയാണ് വിശ്വാസത്തിൽ, ദൈവഭക്തിയിൽ, ദൈവകൃപയിൽ വളർത്താൻ. തോമസ് പോലെ മുതിർന്നവർക്ക് അവരുടെ കൊച്ചുമക്കൾക്ക് വേണ്ടിയും ഒരു 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 ജോലി ചെയ്യാനുണ്ട്. അവരുടെ പിതാക്കന്മാരുടെ വിശ്വാസത്തിൽ ഉറപ്പിച്ച് നിർത്തുക, പിടിച്ചു നിർത്തുക, ബലപ്പെടുത്തുക. പിള്ളേരില്ലാത്ത പള്ളികളാണെന്നെല്ലാം ഉള്ള പിള്ളേരെല്ലാം നാടുവിട്ടു പോവുകയാണ്. പോകുന്നൊന്നും കുഴപ്പമില്ല, പക്ഷേ അവർക്ക് അടിസ്ഥാന വിശ്വാസം അവരുടെ ഉള്ളിലാവണം. ആരാണ് ജീസസ് ക്രൈസ്റ്റ് എന്ന് പറഞ്ഞ് ഉറപ്പിച്ച് ആ ബലത്തിൽ വീടുകൾ പണിയാൻ, ജീവിതം കെട്ടുപണിയാൻ, വിദ്യാഭ്യാസം ഉണ്ടാക്കിയെടുക്കാൻ കുട്ടികൾക്ക് കഴിയണം. എന്നാൽ നമ്മുടെ പിള്ളേർക്ക് അതും കുറവാണെന്നാണ് എൻ്റെ വിചാരം. വേദപുസ്തക വായന കുറവാണ്, നമ്മുടെ വീടുകളിലില്ല. നിങ്ങളെല്ലാം ഇവിടെ ഇരിക്കുന്ന സീനിയേഴ്സാണ്. നിങ്ങളെല്ലാം ഇങ്ങനെ വന്നിരിക്കുന്ന എല്ലാം നിങ്ങളുടെ പേരൻസിൻ്റെ നന്മ കൊണ്ടാണ്. നിങ്ങളെക്കുറിച്ച്, നിങ്ങളുടെ കൊച്ചുമക്കളും നിങ്ങളെക്കുറിച്ച് നന്മ പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങളും ഈ വിശ്വാസത്തിൽ ഉറപ്പുള്ളവരും ബലമുള്ളവരും ശക്തിദായകമായ ദൈവാനുഗ്രഹം പേർന്നവരുമായിരിക്കണം. വീടുകൾ തകർന്നു പോകുന്ന ചുറ്റുപാടിലാണ് നാം ജീവിക്കുന്നത്. വിശ്വാസം കുറഞ്ഞു പോകുന്ന ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. നമ്മെ പിടിച്ചു നിർത്തുന്നതും സഹായിക്കുന്നതും ശക്തീകരിക്കുന്നതെല്ലാം ദൈവകൃപയാണ്. ആ ദൈവോന്മുഖമായി വളരാനും നിലനിൽക്കാൻ കഴിയുമ്പോൾ ഒരിക്കലും പൊട്ടിപ്പോകാത്ത വീടുകൾ പണിയാനും കുടുംബങ്ങൾ മെനയാനും മക്കളെ ദൈവഭക്തിയിലും ദൈവകൃപയിലും വളർത്താൻ സാധിക്കും. തോമസ് കുട്ടിയും ഗ്രേസും ഒന്നിച്ച് ആരംഭിച്ചിരിക്കുന്ന ഈ 50 വർഷത്തെ പ്രയാണം അനുഗ്രഹകരമായി നിലനിൽപ്പാൻ സ്വർഗത്തിലെ ദൈവം അവർക്ക് തുണച്ചു. അതുകൊണ്ട് നമുക്ക് ഇവരോട് ചേർന്ന് ദൈവത്തിന് നന്ദി പറയാം. ദൈവമേ, ഈ കുടുംബത്തിന് വേണ്ടി സ്തോത്രം, മക്കൾക്ക് വേണ്ടി സ്തോത്രം, കൊച്ചുമക്കൾക്ക് വേണ്ടി സ്തോത്രം. ഇവരെല്ലാവരും കർത്താവിൽ ഉറയ്ക്കുവാനും ബലപ്പെടുവാനും ഉണ്ടാവണമേ. ഇവരൊരു മാതൃകാ കുടുംബമായി നിലനിൽക്കാൻ കൊണ്ട് ദൈവം സഹായിക്കട്ടെ. ദൈവാനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാം തന്ന ഈ കൂട്ടായ്മ അനുഗ്രഹകരമായ ഒരു അനുഭവമാണ്. ഈ ബന്ധത്തിലാണ് സമൂഹം നിലനിൽക്കുന്നത്, വിശ്വാസം വർദ്ധിച്ചു വരുന്നത്. അതിൽ പിടിച്ചു നിൽപ്പാൻ, ഉറച്ചു നിൽപ്പാൻ ദൈവമേ സഹായിക്കണമേ. ഈ മക്കളോട് കൂടെ ഇരുന്ന ദൈവകാരുണ്യം തുടർന്നും തലമുറകളായി നിലനിൽപ്പാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മയും പ്രാർത്ഥിക്കുന്നു. പുതുവർഷം തമ്പുരാൻ്റെ കാരുണ്യം കുടുംബമായി നിങ്ങൾ അനുഗ്രഹിച്ച് സാക്ഷ്യമുള്ളൊരു കുടുംബമായി തുടർന്ന് നിലനിൽക്കാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. We are pleased